ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് മൃഗങ്ങളുടെ കയ്യിലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ കാണാം. ഈ മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഉറപ്പായും നിങ്ങൾ ആശ്ചര്യപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അമേസിംഗ് ബീ. തേനീച്ചകൾ പണ്ട് ഡൈനോസേഴ്സിന്റെ കാലം മുതൽ ഇപ്പോൾ വരെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന ഡൈനോസറിനെ പോലും തേനീച്ചകൾ കുത്തിയിട്ടുണ്ട് എന്ന തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. തേനീച്ചകളുടെ റാണി ഒരു ദിവസം ഏകദേശം 2000 മുട്ട വരെ ഇടും. ഒരു വർക്കർ തേനീച്ച 30 ദിവസത്തിൽ തൊട്ട് 60 ദിവസം വരെയാണ് ജീവിക്കുന്നത്. ആയുഷ്കാലം മുഴുവൻ വർക്ക് എടുത്താലും ഒരു തേനീച്ച 1 സ്പൂൺ തേൻ മാത്രമേ കളക്ട് ചെയ്യത്തുള്ളൂ. ആ 1 സ്പൂൺ തേൻ ഉണ്ടാക്കാൻ 2 ലക്ഷത്തിലധികം പൂക്കളിൽ നിന്ന് തേൻ എടുത്തിട്ടാണ്. ഒരു തേനീച്ച ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൂക്കളിൽ നിന്ന് തേൻ എടുക്കുന്നത് കൊണ്ടാവും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ തേനുകൾ ചീത്തയായി പോകില്ല. ഈജിപ്തിൽ മമ്മികളെ കുഴിച്ചിടുന്നത് പോലെ തന്നെ അവർ യൂസ് ചെയ്ത സാധനങ്ങളും ചേർത്ത് കുഴിച്ചിടും. കുഴിച്ചിട്ടതിൽ എല്ലാം തന്നെ നശിച്ചു പോയെങ്കിലും അതിൽ 2 കുടം മാത്രം നശിച്ചു പോയില്ല. അതിന്റെ അകത്ത് തേനുകളായിരുന്നു. ആ തേനുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ തേനുകൾ ഏകദേശം 5500 വർഷം പഴക്കമുള്ളതാണ്. ഈ തേനുകളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള തേനുകൾ എന്നറിയപ്പെടുന്നത്. ഒട്ടുമിക്ക എയർപോർട്ടുകളിലും ഈ തേനീച്ചകളെ പിടിക്കാനും ഓടിക്കാനുമായി ഒരു ബീ കീപ്പർ എന്ന പോസ്റ്റിൽ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ പലവട്ടവും വിമാനത്തിൽ ഈ തേനീച്ചകൾ കൂടുകൂട്ടുകയും വിമാനങ്ങൾ പറക്കാൻ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. വെറും 5 മിനിറ്റ് കൊണ്ട് തേനീച്ചകൾ ഏത് സ്ഥലത്താണെങ്കിലും ഒരു കൂട് കെട്ടിയിരിക്കും. അടുത്തത് അമേസിംഗ് ഫ്ലൈയിങ്. ഈ പറവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക്കിലാണ്. ഏകദേശം 2 മാസത്തോളം ഈ പറവകൾ കണ്ടിന്യൂസ് ആയി പറക്കും. എവിടെയും റെസ്റ്റ് എടുക്കാതെ തുടർന്ന് 500 കിലോമീറ്റർ വരെ ഇത് പറക്കും. പറവകൾ ഒരു റെസ്റ്റും ഇല്ലാതെ എങ്ങനെ ഈ 2 മാസത്തോളം പറക്കുന്നു, ഇല്ലെങ്കിൽ 500 കിലോമീറ്ററോളം പറക്കുന്നു എന്ന് ഡൗട്ട് തോന്നിയ സയന്റിസ്റ്റുമാർ ടെസ്റ്റിനായിട്ട് ഒരു പറവയെ പിടിക്കുകയും പറവയുടെ തലയിൽ EEGS മെഷീൻ ഘടിപ്പിക്കുകയും ടെസ്റ്റ് എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. ഈ പറവകൾ പറക്കുമ്പോഴും ഉറങ്ങിക്കൊണ്ട് തന്നെയായിരുന്നു ഇരുന്നത്. ഡോൾഫിൻ എങ്ങനെയാണോ തന്റെ പാതി ബ്രെയിനും കൊണ്ട് ഉറങ്ങുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഈ പക്ഷിയും ഒരു കണ്ണടച്ച് പാതി ബ്രെയിൻ കൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പറവകൾ കുറച്ചായിട്ട് ഒരു ദിവസം 45 മിനിറ്റ് വരെ ഉറങ്ങും. പറവകൾ നിലത്ത് ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ പറക്കുമ്പോഴാണ് കൂടുതലും ഉറങ്ങുന്നത്. അടുത്തത് ന്യൂ ക്രിയേച്ചേഴ്സ്. ഹോളിവുഡ് പടങ്ങളിൽ കാണുന്ന വ്യത്യസ്തമായ ജീവികളെ പോലെ കടലിന്റെ അടികളിൽ നിന്നും വ്യത്യസ്തമായ ജീവികളെ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ജെല്ലി ഫിഷുകളെയും അല്ലെങ്കിൽ വ്യത്യസ്തമായ ചെറിയ ചെറിയ മീനുകളെയും കണ്ടുപിടിക്കുന്നത് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കടലിന്റെ അടിയിൽ ഏകദേശം 1000 കോടിക്കധികം മേലെയുള്ള വ്യത്യസ്തമായ ജീവികളുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോസിൽ കാണുന്നതെല്ലാം കടലിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ കണ്ടുപിടിച്ച ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ കടലിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. കടലിലുള്ള 10% ജീവികളെ പോലും മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കടലിൽ നമുക്കറിയാത്ത എത്ര ജീവികളുണ്ടെന്ന്, മൈക്രോ ഓർഗാനിസം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ ഗൈസ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.